ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആയിഷ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ലോകമെമ്പാടും കാത്തിരിക്കുന്ന IPL ക്രിക്കറ്റ് മെഗാ താരലേലം വരാൻ പോകുന്നത് ഡിസംബറിലാണ്. സാധ്യതയുള്ള എന്താ, ഓരോ ടീമും ആ ടീമിലെ അംഗങ്ങളും ആ ടീം ജയമാണോ തോൽവിയാണോ കാത്തിരിക്കുന്നതും ഓർക്കെതിരെ കമൻറ്റും ഇതിലൊക്കെ ചെയ്യുന്ന IPL മെഗാ താരലേലം വരാൻ പോവാണ്. ഓരോ ടീം ഉടമകൾക്കും ആ ടീമിനോട് കുറേ മാർഗനിർദ്ദേശങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് 4 മലയാളി താരങ്ങളെ ഒരു വിദേശ കളിക്കാരനോ അല്ലാന്നുണ്ടെങ്കിൽ 2 ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ലോകമെമ്പാടും കാത്തിരിക്കുന്ന ക്രിക്കറ്റാണല്ലോ. അതിൻ്റെ പൊന്നോ എന്താ രസമല്ലേ, ഡിഫറെൻറ്റ് ടീമും ഡിഫറെൻറ്റ് കളിക്കാരും അവർ തോൽവിജയം കാത്തിരിക്കുകയും പ്രതീക്ഷിക്കാത്ത ടീമായിരിക്കും കപ്പെടുക്കൽ. അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന 2025 IPL മെഗാ താരലേലം നടക്കുന്നത് 2024 ഡിസംബറിലാണ്. വെയിറ്റിംഗാണ്, കട്ട വെയിറ്റിംഗാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ IPL മെഗാ താരലേലത്തിന് ഓരോ ടീം ഉടമകൾക്കും ഓരോ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ 2 ഇന്ത്യൻ കളിക്കാരെയും 2 വിദേശ കളിക്കാരെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 3 ഇന്ത്യൻ കളിക്കാരെയും 1 വിദേശ പ്ലെയറിനെയാണ്. അങ്ങനെ എടുക്കാനൊരു കൊടുത്തില്ല. അപ്പം നമ്മൾ എന്തായാലും നല്ല പ്ലേയേഴ്സിനാണ് ടീമായിട്ട് എടുക്കൽ. നമ്മൾ കാണാം ഓരോ ടീമിന് എങ്ങനെയൊക്കെ എടുക്കാമെന്നൊരു കൊടുത്തില്ല. നമ്മൾക്ക് ഓരോ ടീമും എങ്ങനെ എടുക്കാൻ സാധ്യത ഉള്ളതാണ് നോക്കാം. ഓരോ മികച്ച പ്ലെയറിനെ ഇതുവരെ കളിച്ചതിൽ മികച്ച പ്ലെയറിന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ IPL ടീമിൽ കളിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ കളിക്കാർ ആരൊക്കെയാണെന്ന് ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലോകമെമ്പാടും കാത്തിരിക്കുന്ന ഒന്നാണല്ലോ ക്രിക്കറ്റ്. നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത് 2025 IPL ടീമിൻ്റെ മെഗാ താരലേലം നടക്കാൻ പോകുന്നത് ഈ കൊല്ലം, അഥവാ 2024 ഡിസംബറിലാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓരോ ടീം ഉടമകൾക്കും ഓരോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നുണ്ടെങ്കിൽ 2 ഇന്ത്യൻ കളിക്കാരെയും 2 വിദേശ കളിക്കാരെയും ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 3 ഇന്ത്യൻ കളിക്കാരെയും 1 വിദേശ കളിക്കാരനെ ആയിരിക്കും. ആരൊക്കെ ഏതൊക്കെ ടീമിനാണെന്ന് ഒരു വൃത്തിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഓരോ മാച്ച് ഉണ്ടല്ലോ, ഇന്ത്യയുടെ മാച്ച് പല കളിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിനനുസരിച്ചായിരിക്കും ഓരോ ആൾക്കാരെ എടുക്കൽ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളിക്കാൻ നിലനിർത്താൻ ക്രിക്കറ്റിൽ കളിക്കാൻ നിലനിർത്തുന്ന ആൾക്കാർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ. മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, RCB, ഡൽഹി ക്യാപിറ്റൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, അങ്ങനെ പല ടീമുകളാണല്ലോ. അതിൻ്റെ ആകാശം തന്നെ അല്ലത്. ഓരോ ടീമും ഓരോരോ കളിക്കാരുടെ പൊന്നോ അടിപൊളി. സത്യം പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയാണ്. പക്ഷെ ഒരു സങ്കടമുണ്ട്. 2025 വരുന്ന IPL നമ്മൾ ഇതുവരെയുള്ള ആൾക്കാരുണ്ടാവില്ല, ആൾക്കാരെ മാറ്റില്ല, ലേലം നടക്കുമല്ലോ. മിക്കവാറും 2024 ഡിസംബറിലോ IPL താരങ്ങളുടെ ലേലം നടക്കണം. ഓരോ ടീമിൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസിൽ ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്. പക്ഷേ എനിക്ക് ഉണ്ടാവുന്ന ആഗ്രഹമുണ്ട്. അതുപോലെ പിന്നെ രാജസ്ഥാൻ റോയൽസിൽ ജോസ് ബട്ട്ലർ ബോസ് ഉണ്ടാവും. യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ കളിക്കൊക്കെ കളിച്ചതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിലുണ്ടാവും. അതുപോലെ യശസ്വി ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, പിന്നെ റിയാൻ പരാഗ് ആവണം. കഴിഞ്ഞ അടിപൊളി കളിയായിരുന്നല്ലോ. പിന്നെ ഉള്ളത് CSKയിൽ ഋതുരാജ് ഗെയ്ക്വാഡ് ഉണ്ടാവും. പിന്നെ രവീന്ദ്ര ജഡേജ ഉണ്ടാവും. പിന്നെ ഉള്ളത് ശിവൻ ദുബെ. ഇവരെ 3 ആളുണ്ടാവും. പിന്നെ RCBയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഊഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറാജ് ആയിരിക്കും. മാക്സ്വെല്ലിന് XXX ഒക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല.
ഇല്ലെങ്കിൽ സിറാജ് എന്തായാലും ഉണ്ടാവും. പിന്നെ സൺറൈസേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ഉണ്ടാകും, നട്രാജ് ഉണ്ടാകും, ഡേവിഡ് ബ്രൈസ് ഉണ്ടാകും, പിന്നെ എന്താണ് കൊൽക്കത്തയിൽ ശ്രേയസ് അയ്യർ ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസിൽ ഷമ്മി ഉണ്ടാകും, റാഷിദ് ഖാൻ ഉണ്ടാകും, ശുഭൻ ഗിൽ ഉണ്ടാകും. ഡൽഹി ക്യാപിറ്റൽസിൽ കുൽദീപ്, ഋഷഭ് പന്ത്, അക്സർ പട്ടേൽ ഇവരായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓരോ ടീമിൽ ആരൊക്കെയാണെന്ന് അറിയിക്കാം. ഞാൻ ബെഞ്ചിൻസ് ആട്ടാ, കട്ടൻ ബെഞ്ചിൻസാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം രോഹിത് ശർമ്മനെയാണ്. അങ്ങനത്തെ പാടുന്ന എനിക്കറിയില്ല. അദ്ദേഹം ആ ടീമിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പോകണമെന്നാണ് ആണ്. എന്തായാലും നമുക്ക് ഇനി IPL-മായി ബന്ധപ്പെട്ട വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിലെ അംഗങ്ങളെയും അവരാരൊക്കെ നിൽക്കണം എന്നുള്ളത് താല്പര്യമുള്ളത് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ വരെ